നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ മത്സര ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശക പത്രിക തള്ളാനുള്ള ദിവസം പിന്നിട്ടതോടെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ്. ഇത്തവണ UDF വേണ്ടി മത്സരിക്കുന്നത് മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന ശക്തനായതുകൊണ്ടുതന്നെ കേരളത്തിൽ ശ്രദ്ധ നേടുന്ന മണ്ഡലം കൂടിയാണ് നെയ്യാറ്റിൻകര. നിലവിലെ MLA കെ ആൻസലൻ തന്റെ മൂന്നാം ഊഴത്തിനിറങ്ങുമ്പോൾ വികസനമാണ് മുന്നിൽ വയ്ക്കുന്നത്. കഴിഞ്ഞ തവണ 65,797 വോട്ടുകൾ നേടി 14,262 വോട്ടുകൾക്കാണ് R ശെൽവരാജിനെ ആൻസലൻ പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ നമുക്ക് അമിത പ്രതീക്ഷയും ആത്മവിശ്വാസവും പലപ്പോഴും അപകടത്തിൽ ചെന്നെത്താറുണ്ട്. എതിരാളികളുടെ ശക്തി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദുഷ്പ്രചാര വേലകൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല രൂപത്തിലും നമുക്കറിയാമല്ലോ, യാഥാർത്ഥ്യങ്ങൾക്കെതിരായി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ എതിരാളികളുടെ മുഖ്യമായിട്ടുള്ള പങ്ക്. ഇത്തവണ കെ ആൻസലിന് അത്ര എളുപ്പമാവില്ലെന്നാണ് പ്രചരണ രംഗത്ത് ശക്തരാകുന്ന UDF പറയുന്നത്. കഴിഞ്ഞ തവണ തന്നെ തോൽപ്പിക്കാൻ കോൺഗ്രസിലെ തന്നെ നേതാക്കൾ ഇറങ്ങിയെന്ന സെൽവരാജിന്റെ ആരോപണം കടുത്ത പ്രതിസന്ധിയാണ് കാലുവാരൽ നേതാക്കൾക്ക് നൽകുന്നത്. കൂടെ നിന്ന് കാലുവാരാൻ സാധ്യതയുള്ള നേതാക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കിയാണ് ഇത്തവണ കോൺഗ്രസിന്റെ പ്രവർത്തനം. കെ ആൻസലൻ 10 വർഷം കൊണ്ട് ചെയ്ത വികസനങ്ങൾ വെറും 5 വർഷം കൊണ്ട് താൻ കാട്ടാക്കട മണ്ഡലത്തിൽ നടപ്പിലാക്കിയെന്ന് N ശക്തൻ പറഞ്ഞു. അപ്പോൾ ഭരണകക്ഷി എന്ന നിലയിൽ നീണ്ട 10 വർഷം ഒരേ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടി. ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ 5 വർഷം ഭരണകക്ഷിയുടെ MLA ആയിരുന്ന, അവസാനം MLA ആയിരുന്ന കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഒരു ചെറിയ താരതമ്യം നടത്താൻ നിങ്ങൾക്ക് അവസരമുണ്ടാവും. പുതിയ പോലീസ് സ്റ്റേഷൻ, പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ്, 3 പുതിയ പോലീസ് സ്റ്റേഷൻ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ്, അടുത്ത 4ാമത് ഒരു പോലീസ് സ്റ്റേഷൻ അനുവദിക്കണം എന്നൊരു പ്രപ്പോസൽ വച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി എന്നോട് ചോദിച്ച ചോദ്യം, ഇനി ആ നിയോജകമണ്ഡലത്തിൽ പോലീസ് സ്റ്റേഷൻ വയ്ക്കാൻ സ്ഥലമുണ്ടോ എന്നാണ്. കഴിഞ്ഞ തവണ 21,009 വോട്ടുകൾ നേടി 3ാം സ്ഥാനക്കാരനായ ചെങ്കൽ രാജശേഖരനെയാണ് ഇത്തവണയും NDA സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത്. വികസനം സ്വന്തം ജാതിക്കാരിലേക്ക് ഒതുക്കിയെന്ന് കടുപ്പിക്കുകയാണ് NDA സ്ഥാനാർത്ഥി. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കോളനി ഞാൻ പോയി കണ്ടു എന്നുള്ളത്. ദാരിദ്ര്യം അതിനപ്പുറമാണ്. ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ, ടിൻഷീറ്റിന്റെ താഴെ പട്ടിണിയും കഷ്ടപ്പെട്ടും പകുതി 50-40 വയസ്സിലെല്ലാം മരിച്ചു പോകുന്ന ആ കോളനിയാണ് ഇരുത്തേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു, പാറശാല പിന്നെ എന്തെങ്കിലും ഇവിടെ എന്താ ചെയ്യുന്നുള്ളത്. അദ്ദേഹത്തിന് കുറെ ജാതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ജോലി കൊടുത്തതിനപ്പുറം വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. ഇവരെ കൂടാതെ ബഹുജൻ സമാജ്വാദി പാർട്ടിയിൽ നിന്നും K സുരേന്ദ്രനാഥും സ്വതന്ത്രനായി SP ബിബിനും മത്സര രംഗത്തുണ്ട്. പ്രചാരണ രംഗത്ത് UDF ഇത്തവണ മുൻപിലാണ്.